ഞാൻ വൈകിട്ടെത്തിക്കൊള്ള പോസ്റ്റ് അടിക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ? അത് നിങ്ങൾ അങ്ങോട്ട് ചെയ്യേ. ഞാൻ എന്തിനാ ഞാൻ ഇവിടെ നിൽക്കുക? ഞാൻ ഇത് കഴിഞ്ഞ് അങ്ങോട്ട് വരും. നിങ്ങൾ അതങ്ങോട്ട് ചെയ്താൽ മതി. ഞാൻ പറഞ്ഞു. ഇതാണോ എന്റെ മരുമോൻ കിടക്കുന്ന മുറി? ഒരു സെക്കൻഡ് ശാന്തമാ, ഇതിനകത്താ. മരുമോനെ അരവിന്ദേ, നിനക്ക് എന്ത് പറ്റിയടാ? അയ്യോ, ആരോ നിന്നെ ബൈക്കിൽ നിന്ന് ഇടിച്ചിട്ടിട്ട് പോയെന്ന് അറിഞ്ഞപ്പോ മുതൽ എനിക്ക് സമാധാനമില്ല. അതാ ഞാൻ ഓടി വന്നത്. റോഡിലൂടെ പാഞ്ഞു വരുന്ന പ്രീക്കന്മാരെയൊക്കെ ചവിട്ടി കൂട്ടാനാ എനിക്ക് തോന്നിയത്. പക്ഷേ ഞാൻ വരണ വഴി ഒരു തന്നെ കണ്ടില്ല. അയ്യോ, എന്റെ മരുമോനെ ഇടിച്ചിട്ടിട്ട് പോയത് ആരാടാ? ഈ ശാന്തപ്പനവന്മാരുടെ കുടൽമാല എടുത്ത് പുറത്തിട്ടിട്ട് സ്റ്റേഷനിൽ പോയി കീഴങ്ങ്. ശാന്തപ്പ, ഓ, എന്റെ മോനെ ഇടിച്ചിട്ടത് ആരാണെന്ന് നാട് മുഴുവൻ അന്വേഷിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ചാരി ഇരിക്കുന്നതുകൊണ്ടില്ലേ മാഷ്, ഇയാളെല്ലാത്തിനും കാരണം. എന്താ പറഞ്ഞേ? മാഷാണ് കാരണമെന്നോ? അയ്യോ, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. പിള്ളേർക്ക് തറാപറ ചൊല്ലിക്കൊടുക്കുന്ന മാഷ് സ്വന്തം മോനെ ഇടിച്ചിടുന്ന പാപിയായിരുന്ന. ഇതുവരെ വെളിച്ചപ്പാട് തുള്ളിക്കൊണ്ടിരുന്നത് അപ്പച്ചിയായിരുന്നു. ഇതിപ്പോ ഈനാമ്പച്ചിക്ക് മരപ്പെട്ടി കൂട്ടെന്ന് പറഞ്ഞ പോലെ ശാന്തപ്പ മാമനും ജോയിന്റ് ആയിട്ടുണ്ട്. സ്വന്തം മോനെ അപകടപ്പെടുത്താൻ ബാലൻ ശ്രമിക്കും തോന്നുന്നുണ്ടോ തനിക്ക്? അരവിന്ദിന് ബാലൻ പിണ്ടം വെച്ചില്ലേ? അതുകൊണ്ടാ ഇങ്ങനെയൊക്കെ സംഭവിച്ചെന്ന് വെച്ചിട്ടാ ഹേമ പറഞ്ഞത്. ഓ, ഇപ്പൊ മനസ്സിലായി. മാഷ് കാരണമാണെന്ന് ഹേമേട്ടത്തി പറഞ്ഞപ്പോ അതെങ്ങനെയാണെന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. നീയേ ഇപ്പൊ അതെനിക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തന്നു. മാഷേ, താനൊരു മനുഷ്യനാണോടോ? ശ്രേയമോളുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് അരവിന്ദന് പിണ്ടം വച്ച് എനിക്ക് അങ്ങനെ ഒരു മകനില്ലെന്ന് പറഞ്ഞില്ലേ? അപ്പോഴേ എനിക്ക് തോന്നിയതാ, പുലി പോലെ ഓടി നടന്നുകൊണ്ടിരുന്ന അരവിന്ദൻ ചക്ക വെട്ടിയിട്ടതുപോലെ ഇങ്ങനെ കിടക്കുമെന്ന്. വിചാരിച്ചത് എന്നെ സംഭവിച്ചു. അയ്യോ, ഇത് കണ്ടോ? കല്യാണ സ്വപ്നം കൊണ്ട് ഓടി നടന്ന ചെക്കനാ ഇപ്പൊ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ? ഇനി ആരൊക്കെ തന്നോട് ക്ഷമിച്ചാലും ഈ ശാന്തപ്പ തന്നോട് ക്ഷമിക്കത്തില്ലടോ. തന്റെ വാശി നടത്തിയെടുക്കാൻ വേണ്ടി എന്റെ ചെക്കനെ ഇടിച്ചിട്ടില്ലേ ഒരു മാഷി. മതി. ഇനി ബാലമാമനെ പറ്റി ഒരു വാക്ക് തെറ്റായിട്ട് പറഞ്ഞാലേ ഇനി ആര് നിങ്ങളോട് ക്ഷമിച്ചാലും ഈ ചാര് നിങ്ങളോട് ക്ഷമിക്കില്ല. ഞാൻ പറഞ്ഞ സത്യം തന്നെ. ഇയാളെ എല്ലാത്തിനും കാരണം. എന്റെ മരുമനെ കൊല്ലാന്നൊക്കെ കൊലപാതക അയാള്. വേണ്ട, നിർത്തിക്കോ. എന്റെ ബാലമാമനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? പെട്ടെന്നുണ്ടായ ദേഷ്യത്തിൽ തെറ്റായ ഒരു കാര്യം ചെയ്തു. അതാലോചിച്ച കുറ്റബോധം കൊണ്ട് മനസ്സ് നേറി കഴിയാ. ഉറങ്ങാത്ത രാത്രികളായിരുന്നു ബാലമാമന്. വായി തോന്നിയത് വിളിച്ചു പറഞ്ഞാലുണ്ടല്ലോ. അതേടി, നിന്റെ ഈ കൂമൻ ദേഷ്യത്തിലെന്ന് പറഞ്ഞേ ഓരോന്നങ്ങ് ചെയ്തു വെക്കും. അത് കഴിഞ്ഞിട്ട് കുറ്റബോധം എന്ന് പറഞ്ഞങ്ങ് നടക്കും. നിന്റെ കൂടെ നടന്ന് ഇയാളും പഠിച്ചു കള്ളത്തരം അഭിനയൊക്കെ. മകന് കർമ്മം ചെയ്തപ്പോ കാലൻ എന്റെ മോനെ കൊണ്ടുപോകാൻ നോക്കി. ഞാനും എന്റെ വീട്ടുകാരും ചെയ്ത് പുണ്യ എന്റെ മോൻ രക്ഷപ്പെട്ട് ഇങ്ങനെ കിടക്കുന്നത്. എല്ലാം അറിഞ്ഞോണ്ട് വക്കാലത്തിന് വന്നിരിക്കാ നീ അല്ലേ? അമ്മായി നിർത്തടി. എന്റെ മോനിത് രണ്ടാം ജന്മ. ആദ്യത്തെ ജന്മം ഇല്ലാതാക്കിയത് ആരാണെന്നറിയോ? ഇയാള്. മതി ഹേമേ, വീണ്ടും വീണ്ടും ഇതെന്നെ പറഞ്ഞ് എന്നെ കൊല്ലാതെ. ഞാൻ തെറ്റ് ചെയ്തു. ആ തെറ്റ് കാരണ എന്റെ മോനെ ഈ ഗതി വന്നത്. എന്നോട് എല്ലാവരും ക്ഷമിക്കണം. പാപ്പാക്കണം, എന്നോട് ക്ഷമിക്കണം. എല്ലാവരും ക്ഷമിക്കണം. അച്ഛാ,